ഹലോ ഗൈസ്, ഇന്നുണ്ടല്ലോ ഞാനും അച്ഛനൂടെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. കറങ്ങിയിട്ട് ലാസ്റ്റ് എത്തിയത് ഇവിടെ ആയിരുന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മൾ നേരെ ഇങ്ങ് സ്റ്റക്കായി. കാരണം നല്ല തണുത്ത കാറ്റും ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഒരു വ്യൂവും എല്ലാവരും ആയപ്പം നല്ല അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞ ഒരു കുഞ്ഞു പള്ളിയുടെ ഫ്രണ്ടിലായിട്ടാണ് ഈ പുഴയൊക്കെ വരുന്നത്. അവിടെ തന്നെ ഇരിക്കാൻ കടവൊക്കെ ഉണ്ട്. ആ പള്ളിയിലാണെങ്കിൽ ആളുകളൊന്നും ഇല്ല, ആളേ ഇല്ല. ഞാൻ ഈ ഒരു പള്ളിയുടെ തൊട്ട് പുറകു വരെ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് ഫസ്റ്റ് ടൈമാണ്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, കാണാൻ ചാൻസ് ഇല്ല. അഥവാ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം. ഞാനൊരു മാസം മുമ്പ് കക്ക വാരാൻ പോകുന്ന ഒരു വീഡിയോ, അച്ഛൻ്റെ കൂട്ടുകാരനോടെ കക്ക വാരാൻ പോകുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ പള്ളിയുടെ തൊട്ട് പുറകിലായിട്ടാണ്. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നേരെ വീട്ടിൽ ചെന്ന് ചൂണ്ട എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ചൂണ്ട ഇട്ടപ്പോൾ തന്നെ നമുക്കൊരു മീനെ കിട്ടി. നമ്മൾ കരിമീനെ പിടിക്കാൻ വേണ്ടിയാണ് ചൂണ്ടയിട്ടെങ്കിലും കിട്ടിയത് കുറുവാപ്പരലിനെയാണ്. നമ്മൾ നേരത്തെ ചൂണ്ടയിടാനായിട്ടുള്ളൊരു പ്ലാൻ ഇല്ലാത്ത കാരണം മീൻ തീറ്റയായിട്ട് വീട്ടിൽ ഇരുന്ന് ചപ്പാത്തിയൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത്. നല്ല കൊത്തുണ്ടായിരുന്നു, പക്ഷേ അങ്ങോട്ട് കിട്ടുന്നില്ല. ഭയങ്കര അടിയൊഴുക്കും കാറ്റും ഒക്കെ ആയതാണ് കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഈ ചൂണ്ടയുടെ അറ്റത്തൊരു കുഞ്ഞി കല്ലൊക്കെ കിട്ടിയിട്ടാണ്. അപ്പം ആഴത്തിലങ്ങ് പോകുമല്ലോ, അങ്ങനെ കിട്ടിയൊരു മീനാണിത്. എൻ്റെ ഈ പറച്ചിലൊക്കെ കേട്ടിട്ട് ഞാനാ ചൂണ്ടയിടുന്നതെന്ന് ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഞാനല്ല ഗൈസ് ചൂണ്ടയിടുന്നത്. അച്ഛൻ വലിയകത്തുനിന്ന് ചൂണ്ടിയിടുമ്പോൾ എനിക്ക് എൻ്റെ പണിയെന്ന് എനിക്കറിയണ്ടേ. അക്കരെ കൂടെ സൈക്കിളിൻ്റെ വണ്ടിയിൽ കയറി പോണ ചെറുക്കനെയും അതിൻ്റെ അക്കരെ പോണ വണ്ടീനെയും ഒക്കെ ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കണ്ടുപിടിച്ചു. അതും പോരാത്തതിന് ആ പോണ വള്ളത്തിൽ ആരൊക്കെ ഇരിപ്പുണ്ട്, ഇന്നൊക്കെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, എത്ര പേരിയ്ക്കുന്നു എന്നൊക്കെയും കണ്ടുപിടിച്ചു. പോരാത്തതിന് അങ്ങേ അറ്റത്തൂടെ പോണ കടത്തുവള്ളം ഈ വീഡിയോ കാണാൻ പറ്റുന്നില്ലെങ്കിലും എൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് എനിക്കിത് കാണാം. ആ കടത്ത് അങ്ങനെ ഇങ്ങനെയൊന്നും മറക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് സ്കൂളിലോട്ടും വീട്ടിലോട്ടും ചാടിക്കൊണ്ടിരുന്ന ടോമിയങ്കളുടെ വള്ളമാണത്. ഇതേ ഞാൻ ഇപ്പോൾ സൂം ചെയ്ത് കാണിച്ച ആ ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടനാണ് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ലക്ഷ്മി എന്ന് പറഞ്ഞൊരു കൊച്ചിൻ്റെ അച്ഛൻ. എനിക്ക് പിന്നെ പുള്ളീനെ ഇന്നലെ കണ്ട പരിചയമുണ്ടെങ്കിലും പുള്ളിക്ക് കഴിഞ്ഞതിനമ്പത്തിൽ കണ്ട പരിചയം പോലും എൻ്റെ അടുത്തില്ല. പിന്നെ പുള്ളീനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എന്നെപ്പോലെ ഈ 10-12 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ ഓർത്ത് വെക്കുന്ന ജീവി എന്നല്ല, ഈ വൃത്തികെട്ട സ്വഭാവമുള്ള സാധനം ഈ ലോകത്ത് വേറെ എങ്ങും കാണത്തില്ല. അതൊക്കെ പോട്ടെ, അച്ഛൻ അവിടെ വലിയ കാര്യത്തിൽ ചൂണ്ടിയിടുന്നുണ്ട്. പക്ഷേ നല്ല കൊത്തുണ്ടെങ്കിലും ഒന്നും കിട്ടുന്നില്ല. ഏതോ ഒരു മീൻ പെട്ടെന്ന് വന്ന് ചൂണ്ടയെ കൊത്താനും കയ്യിലിരുന്ന് തീറ്റ നേരെ വെള്ളത്തിലോട്ട് അങ്ങ് പോയി. അച്ഛൻ കമ്പൊക്കെ ഇട്ട് തപ്പുന്നുണ്ടെങ്കിലും തീറ്റ പക്ഷേ കിട്ടിയില്ല. അതാണ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ ഉള്ളൂ ടാറ്റ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.